ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാളി യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം മലയാളി യാത്ര സന്ദർശിക്കുന്നത് കരീബിയൻ രാജ്യമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയാണ്. കരീബിയൻ രാജ്യത്ത് ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിൻ, അവിടുത്തെ ചില കാഴ്ചകളാണ് കേട്ടോ അത് ഈ വീഡിയോയിലുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് സെൻറ്റ് പാട്രിക് ചർച്ച്. കത്തോലിക്ക വിഭാഗക്കാരുടെയാണ്. മതത്തിന് വളരെ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇവിടുത്തെ ഒരു ഓശാന ഞായർ ആഘോഷത്തിൽ പങ്കെടുത്ത ഒരു സീനാണ് കേട്ടോ ഇത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വെനിസുലയിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഏകദേശം 11 കിലോമീറ്ററേ ഉള്ളൂ ബോർഡർ തമ്മിലുള്ള അകലം. എങ്കിലും ഒരു ഫെറി സർവീസ് ഇവിടെ ഇല്ല. കാരണം ഫെറി സർവീസ് അല്പം പ്രശ്നമാണ്. സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, സ്മഗ്ലേഴ്സ് ഉണ്ട്, പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് അനധികൃതമായിട്ട് വെനസുലയിൽ ചില പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഇമിഗ്രൻസ് ഇങ്ങോട്ട് വരുന്നതൊക്കെ തടയാനും, പിന്നെ ട്രക്ക് ട്രാഫിക്കിംഗ് മാത്രമല്ല പ്രക്ഷുബ്ധമായ കടലാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയ്ക്കുള്ളത്. അതുകൊണ്ട് ചെറിയ ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്ലൈറ്റിന് കൂടുതൽ പണം കൊടുത്ത് കൂടുതൽ സമയം യാത്ര ചെയ്ത് എത്തേണ്ട ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. മഹാത്മാഗാന്ധി സ്ക്വയർ, ഇന്ത്യൻ സമൂഹമാണ് മജോറിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ബാക്കിയുള്ളത് ആഫ്രിക്കക്കാരും. മറൈൻ സ്ക്വയർ ആയിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇത് പിന്നീട് മഹാത്മാഗാന്ധിയോടും ഇന്ത്യക്കാരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മഹാത്മാഗാന്ധി സ്ക്വയർ എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു കോഴിക്കോടിൻ്റെ ഇരട്ടി വരും. ഒരു 5100 സ്ക്വയർ കിലോമീറ്ററാണ്. പോപ്പുലേഷൻ 15 ലക്ഷവും. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസസ്, അത് അവർ വളരെ റിച്ചാണ് അക്കാര്യത്തിൽ. പിന്നെ ഈ കരീബിയൻ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ പോലെ ഒരു ജനാധിപത്യ സമ്പ്രദായങ്ങൾ, ജനാധിപത്യമാണെങ്കിൽ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെനസുലയുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ അറിയാമല്ലോ. ഞാൻ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് സ്വയം അവരോധിച്ച് അവരുടെ ജീവിതം സുഖമായിട്ട് കൊണ്ടുപോവുക, ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടിരുന്നു. അതേപോലെയൊക്കെയുള്ളൊരു ചെറിയ സംഭവങ്ങൾ ഇവിടെയുണ്ട്. റിസോഴ്സസ് ധാരാളമുണ്ട്. അത് വിദഗ്ധമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഭരണ സംവിധാനങ്ങളാവുമ്പോൾ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കേണ്ടി വരും. വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ പുൽത്തകിടികളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത്രയും ശ്രദ്ധയുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയായിട്ട് അടുത്ത ബന്ധം ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. പല തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ UPI പേയ്മെൻറ്റ് സംവിധാനം ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ജൂലൈ 2025 നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ കരീബിയൻ രാജ്യമാണ് UPI സ്വീകരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ശരിയായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ്. റെഡ് ഹൗസ് എന്ന് പറയും. പാർലമെൻറ്റ് തന്നെയാണ്. പാർലമെൻറ്റ് 2 സഭകളും ഇതിനുള്ളിലാണുള്ളത്. കോളനി കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് പല പ്രാവശ്യം നശിപ്പിക്കപ്പെടുകയും തീപിടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പുനർനിർമ്മാണം നടത്തിയതാണിത്. ഇതൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പോലീസ് സ്റ്റേഷൻ അടങ്ങുന്ന ഒരു ഏരിയയാണിത്. ഇതൊക്കെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറായിട്ടല്ല, നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാന ബിൽഡിങ്ങുകൾ, പ്രധാന പള്ളികളൊക്കെ ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഏരിയയിൽ നിന്ന് വിട്ട് നമ്മൾ അടുത്തതൊരു സ്ക്വയറിലേക്കാണ്. വുഡ്ഫോർഡ് സ്ക്വയർ എന്ന് പറയും. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ക്വയറാണിത്. പീപ്പിൾസ് പാർലമെൻറ്റ്, ജനങ്ങളുടെ പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നു ഈ ഗ്രൗണ്ട്. കാരണം സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, പ്രസംഗങ്ങളൊക്കെ നടന്ന സ്ഥലമാണിത്. 1962 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നമ്മുടെ ക്യാമറയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗൻ ഇന്ത്യൻ വംശജരായ ഫാമിലിയാണത്. ഇതിലെ ഫൗണ്ടനിലൊന്നും വെള്ളമൊന്നുമില്ല. ഈ പുൽത്തകിടികളൊക്കെ വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത്രയൊക്കെ സംവിധാനങ്ങളെ ഇതിനുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
മതവും സംസ്കാരവും വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. അതിലെ കത്തോലിക്കക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണിത്. ഇവിടെ ഓശാന ഞായറിൻ്റെ തലേ ദിവസമുള്ള എന്തോ ഒരു പ്രാർത്ഥനാ പരിപാടിയാണ് നടക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് കേട്ടോ. എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷ് മീഡിയമാണ് ഇവിടെയുള്ളത്. കൂട്ടത്തിൽ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്ട്രീറ്റിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ വീഡിയോ പകർത്തിയിരിക്കുന്നത് ചെറിയൊരു എഡിറ്റിങ്ങോട് കൂടിയിട്ട് ഇതിൽ ചേർക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അടുത്ത് കാണാൻ പോകുന്നത്. അല്പം സന്ധ്യയായിട്ടുണ്ട്, അതുകൊണ്ട് പിക്ചർ അത്ര ക്ലിയർ അല്ല. ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ അല്ല, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. നീളത്തിൽ കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ കണ്ട ചർച്ച്, കാത്തലിക് ചർച്ച്, പിന്നെ റെഡ് ഹൗസൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് വരും. പ്രധാന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പ്രധാന ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളെല്ലാം ഇതിന് ചുറ്റുവട്ടത്തായിട്ട് വരും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനങ്ങൾ ത്രൈവ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ കണക്കൂട്ടാത്. മാത്രമല്ല ഫുഡ് ചെയിനിൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം ഈ സ്ക്വയറിന് ചുറ്റുവട്ടത്തുണ്ട്. ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നിന്ന് അടുത്തൊരു പ്രധാന സ്ഥലത്തേക്കാണ് പോകുന്നത്. രാത്രിയായിട്ടുണ്ട്, ഒരല്പം പേടിയൊക്കെയുണ്ട്. അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലം ക്യൂൻസ് പാർക്ക് സവന്ന എന്ന് പറയും. ഒരു പുൽത്തകിടിയാണ്, വലിയൊരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റിലും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇത് ഇവിടെയുള്ളൊരു മോന്യുമെൻ്റാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും മരണപ്പെട്ട അവിടുത്തെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ്. ഇത് നാഷണൽ അക്കാഡമി ഫോർ പെർഫോമിംഗ് ആർട്സ്, നാപ്പ എന്നറിയപ്പെടും. ഇതിലൊരു പ്രത്യേകത ഈ 2009 നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കിയുള്ള ബിൽഡിങ്ങുകൾ അറിയപ്പെടുന്ന കൺസ്ട്രക്ഷനൊക്കെ കോളനി കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഈ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വലിയൊരു ഓഡിറ്റോറിയമാണ്. ഇവിടുത്തെ കലാകാരന്മാർ പെർഫോം ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാരൊക്കെ അവരുടെ അരങ്ങേറ്റമൊക്കെ നടത്തിയിരിക്കുന്ന ഒരു പ്രധാന കലാകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂൻസ് പാർക്ക് സാവണ്ണയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരമുള്ള ജനങ്ങളുടെ എൻ്റർടൈൻമെൻറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കോർട്ടുണ്ട്, പിന്നെ സ്വതന്ത്രരായ കലാകാരന്മാർ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാന ഭക്ഷണമാണ് ഡബിൾസ് എന്ന് പറയും. ഇന്ത്യൻ രുചിയുള്ള ഭക്ഷണമാണ്. ഒരു 2 റൊട്ടി, അതിൻ്റെ മേലെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഇവിടെയുള്ളത്. വെറുതെ നടക്കാനും ആൾക്കാർ വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. ചില കടകളുടെ മുമ്പിൽ മാത്രം നല്ല തിരക്ക് കാണുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഈ സാവണ്ണയുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് നിർമ്മിതികളാണ്. മാഗ്നിഫിഷ്യൻ 7 എന്ന് പറയും. ഇത് ക്യൂൻസ് റോയൽ കോളേജ്, 1859 സ്ഥാപിതം. ഇത് ഹേസ് കോർട്ട്, സ്വകാര്യ വ്യക്തിയുടെ വീടായിരുന്നു. ഇപ്പം ആംഗ്ലിക്കൻ ബിഷപ്പിൻ്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു. അടുത്ത് കാണുന്ന കാത്തലിക്ക ബിഷപ്പിൻ്റെ, ആർച്ച് ബിഷപ്പിൻ്റെ വസതിയാണ് കേട്ടോ. ഇത് മില്ലേഴ്സ് ഫ്ലവേഴ്സ് എന്ന് പറയും. മില്ലേനിയം ഫ്ലവേഴ്സ്, 1000 ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ വീടായിരുന്നു. ഇപ്പോഴത് ഗവൺമെൻറ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു. സ്റ്റോൾമേഴ്സ് കാസിൽ, ഇത് സ്കോട്ടിഷ് മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ ബിസിനസ്സുകാരുടെ ഒരു വീടായിരുന്നു. ഇപ്പം ഗവൺമെൻറ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് വൈറ്റ് ഹാൾ, കോളനി കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതായിരുന്നു. എല്ലാം അങ്ങനെ തന്നെയാണ്. സ്വകാര്യ വ്യക്തികളുടെ വലിയ വലിയ മാൻഷനൊക്കെ ഇപ്പം ഗവൺമെൻറ് ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോർട്ട് ഓഫ് സ്പെയിനിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.